വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അസ്നമ്മയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് കുറച്ച് സ്റ്റിക്കർ ഉണ്ടാക്കാൻ വേണ്ടി പോകുകയാണ്. മുമ്പത്തെ സ്റ്റിക്കറിൻ്റെ വീഡിയോയിൽ അത് ഫുള്ളി ഞാൻ കുറച്ച് വാങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് സ്റ്റിക്കർ ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് പിക്ചേഴ്സ് ട്രേസ് ചെയ്ത് കളർ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് വീടൊക്കെ ഇട്ട് ജസ്റ്റ് കാണിക്കാമെന്ന്. അപ്പോൾ ഇത് എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റും, പക്ഷേ ശ്രമിച്ചാൽ പറ്റും, ശ്രമിച്ചില്ലെങ്കിൽ അപ്പോൾ ഒന്ന് കളർ ചെയ്തെടുക്കാം. പിന്നെ ഈ സ്റ്റാറിലേക്ക് ഞാൻ മഞ്ഞ കൊടുക്കുന്നുണ്ട്. മഞ്ഞയാണല്ലോ സ്റ്റാറിൻ്റെ ഇത്. കളറിങ് ചെയ്ത് കഴിഞ്ഞു. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് കട്ട് ചെയ്യലാണ്. വൈറ്റ് സ്പേസ് വിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതേമായി കട്ടാം. അത് സ്ട്രോബെറി എന്ന് പറയാൻ പറ്റില്ല, അത് എന്തോ ഒരു ജീവി പോലെ ഉണ്ട്. അപ്പോൾ ഇതും കാട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇത് നെക്സ്റ്റ് പറയുന്നത് ഒരു ഐസ്ക്രീമാണ്. ഐസ്ക്രീം തിന്നാൻ ഇഷ്ടമുള്ളവർക്ക് ഒന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്കിഷ്ടമാണ്, പക്ഷേ മഴയായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് മിച്ചം തിന്നു. ഇപ്പോൾ അങ്ങനെയില്ല. ഞങ്ങൾ പറഞ്ഞ് നമ്മളുടെ അതിൻ്റെ ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് എന്താ, ഇങ്ങനെ കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് വേണം. എന്താ അതിലേക്ക് അതിന് മുമ്പായിട്ട് അതിന് സെലോ ടേപ്പിൽ ഇതാക്കുന്നതിന് ഇതിൽ വെക്കണം. ട്രാൻസ്പെറൻറ്റ് ഷീറ്റിൽ വെച്ചതിന് ശേഷം എന്നിട്ട് അത് ഒന്ന് അടയ്ക്കുക. അതിനുശേഷം ഒന്ന് അതിനുശേഷം അതിനെയും പൊട്ടിച്ച് കൊടുക്കുക. ചുളുക്ക് വരാൻ പാടില്ല. എന്നിട്ട് ബാക്കി വന്ന ഇങ്ങോട്ടൊന്ന് അഴുത്തി മാറ്റാം. ഒട്ടിച്ച് അവിടെ നല്ലോണം ഒട്ടിയത് ഒന്ന് ഇളക്കുക. ഇതേ മറ്റേ വന്നു ജസ്റ്റ് ഒന്ന് ഞാൻ ട്രേസ് ചെയ്താണ് വരയ്ക്കുന്നത്. എനിക്കതിനുള്ള കഴിവില്ലാത്തതുകൊണ്ടാണ് ട്രേസ് ചെയ്യുന്നത്. കഴിവുള്ളവരൊക്കെ കഴിവ് പുറത്തെടുക്കുക. ഇതേപോലത്തെ കാർഡൊക്കെ ഇതാണ് പറഞ്ഞത്. ഞാൻ നല്ല ഒരു കവർ സ്റ്റിക്കറൊക്കെ ചുമ്മാ തുമ്മയാണ്. നമുക്ക് ചെയ്യാം.
ഇത് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത് ഇനി ഇതിൻ്റെ ഒരു പിന്നൊരു പോർഷൻ എന്ന് പറയുന്നത് ഇതിനെ കട്ട് ചെയ്തെടുക്കലാണ്. ഇത്ര പറയാം, കുറച്ച് ഗ്യാപ്പൊക്കെ വിട്ട് വേണം കട്ട് ചെയ്യാൻ. കുറേ കുഞ്ഞുമക്കൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ടാപ്പിലാണ്ട് എങ്ങനെയാ സ്റ്റിക്കറൊക്കെ ചെയ്യാമെന്ന്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഇടാം. ടാപ്പിലാണ്ട് ചെയ്യാൻ പറ്റുമോ? ശ്രമിച്ചാൽ പറ്റും, അല്ലെങ്കിൽ പറ്റില്ല. ഞാൻ ഒന്ന് ട്രൈ ചെയ്തിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഇത് കാണിക്കുന്നത്. എന്നഥവാ ഫ്ലോപ്പായാൽ ചീത്ത കിട്ടണ്ടല്ലോ. അത് നിങ്ങൾ ചീത്ത പറയൂല, ഫ്ലോപ്പായെങ്കിലോ എന്ന് കരുതിയിട്ടാണ്. അതിനുശേഷം ഒരു ബുക്ക് എടുക്കുക. ഒരു ബുക്ക് എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിന് മുമ്പുണ്ടാക്കിയ കുറച്ച് കവർ സ്റ്റിക്കേഴ്സാണ് ഇത്. ഇത് മുമ്പ് എൻ്റെ ജേണലിൻ്റെ ഇതായിരുന്നു ഇത്. പിന്നെ ഇപ്പം നോക്കില്ല, ഞാൻ വേറെ ബുക്കൊക്കെ വാങ്ങിച്ചു. സീറ്റിൻ്റെ എന്തൊക്കെയോ ഇതിൽ തട്ടിക്കൂട്ടി ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. എനിക്ക് ഞാൻ അപ്പോൾ നമുക്കിൽ നിന്ന് ഞാൻ ഒരു സ്റ്റാർ എടുത്തിട്ടുള്ള പോലെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനോട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. വർക്കിംഗ് ആണെന്ന് വെച്ചാൽ വർക്കിംഗ് ആണില്ല, ഇതിൽ തന്നെ വർക്കിംഗ് ആണ്. നമുക്ക് ഇതും കൂടെ ഒട്ടിച്ചെടുക്കാം. ഏതാണ് ജസ്റ്റ് ഇങ്ങനെ ഒക്കെ എടുത്താൽ മതി. അപ്പോഴത്തേക്കും അത് വന്നിട്ട് വർക്ക് വരും. പിന്നെ ഇതാണുള്ളത്, ഇതിൻ്റെ ട്രാൻസ്പെറൻസി ഇതാണ്. ഓക്കെ, 3 കവായി സ്റ്റിക്കേഴ്സ് നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. നല്ല ഇതിൽ തന്നെയാണ് നിൽക്കുന്നത്. വർക്കിംഗ് ആണ്, ഫ്ലോപ്പൊന്നുമില്ല. അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക. ഇളകൂല, ഇത് ഇളകൂല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടുള്ള ബെൽ ബട്ടൺ. ബൈ. പിന്നെ ഗീവ് അവേ ഞാൻ പറഞ്ഞിട്ടില്ല, എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ബൈ.